നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന ദിനം ഇന്ന് 1201 മേടമാസം 30-ാം തീയതിയാകുന്നു. അതായത് 2026 മെയ് മാസം 13-ാം തീയതി ബുധവാരമാണ്, ബുധനാഴ്ചയാകുന്നു. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:07 അസ്തമയം വൈകിട്ട് 6:35 ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 12 മുതൽ 1:30 വരെയുള്ള സമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ചെയ്യാറില്ല. ഇന്നത്തെ തിഥിയുടെ പ്രത്യേകത, ഇന്ന് കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്, കൃഷ്ണപക്ഷ ഏകാദശി. ഭഗവാൻ കൃഷ്ണന് വളരെയധികം പ്രാമുഖ്യമുള്ള ദിനങ്ങളാണ് ഏകാദശി. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും. പക്ഷേ കറുത്ത പക്ഷത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്കാണ് വെളുത്ത പക്ഷത്തിനേക്കാളും കൃഷ്ണന് പ്രാമുഖ്യം. ഇന്നത്തെ ദിനം നിങ്ങൾക്ക് കാണാം, ഗുരുവായൂരിൽ ധാരാളം അമ്മമാർ വന്നു അവിടെ കൃഷ്ണൻ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. തുളസിമാല, പാൽപ്പായസം, വെണ്ണ നിവേദ്യം. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച കൊണ്ടാണ് നാം അവതാര ദൈവങ്ങളെ ചിന്തിക്കുക. വിഷ്ണുവിൻ്റെ 10 ദശാവതാരങ്ങൾ, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു. അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, അപ്രകാരം തന്നെ വെണ്ണ നിവേദ്യം ചെയ്യുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹവും സ്നേഹവും എൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് ലഭിക്കുന്നതാണ്. ഭഗവത്ഗീതയിലെ മഹത്തായ ഒരു വാക്യമുണ്ട്, ദേവാൻ ഭാവയതേന തേ ദേവ ഭാവയന്തു നഃ പരസ്പരം ഭാവയന്ത ശ്രേയപ്പരം അവാപ്സ്യത. ദേവനെ നല്ല ഭാവനയോടുകൂടി കണ്ടാൽ ദേവൻ നിങ്ങളെയും അതേ ഭാവനയിൽ കാണുന്നതാണ്. പരസ്പരം ഭാവയന്ത, പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് എപ്പോഴും ബന്ധങ്ങൾ ശ്രേയസ്സായി ഭവിക്കൂ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ഇന്നത്തെ ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാണ്. പൂയമനയുടെ ഉത്രട്ടാതി. ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്നു ശനീശ്വരൻ. ശ്രീരാമസ്വാമി ബുധനെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. ഉത്രട്ടാതി ശനിയുമാണ്. അതിനാൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കാം. അപ്രകാരം ഹനുമാൻ സ്വാമിക്ക് ഓം ഹം ഹനുമതേ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൽ നിവേദ്യം, അവിടെ ഗത ഒപ്പിക്കൽ, ശ്രീരാമസ്വാമിക്ക് തുളസിമാല, പാൽപ്പായസം വഴിപാട് ചെയ്യുന്നതും വളരെയധികം മംഗളങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി കാലത്ത് 9:15 മുതൽ 10 മണി വരെയുള്ള സമയവും 2:15 മുതൽ 3 മണി വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.